ഹലോ, ഇന്നിതാ പുതിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ ഞാൻ തലേന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ തറവാട്ടിൽ പോയിരും കൊണ്ടുവന്ന മാങ്ങ കേട്ടോ. അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പ് കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് ഒരു ദിവസം അവിടെ വെക്കും കേട്ടോ. ഒരു നൈറ്റ് അങ്ങനെ തന്നെ വെക്കും. അന്നേരം ഈ ഉപ്പെല്ലാം നല്ലപോലെ മിക്സ് ചെയ്താൽ നമുക്കിത് വേഗം ഒന്ന് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ. ഈ മാങ്ങനെ കൊണ്ടില്ലേ നമുക്ക് ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കൊണ്ട് നമുക്ക് അച്ചാറും അതേപോലെ കറിയിലെല്ലാം ഇടാൻ പറ്റും കേട്ടോ. അങ്ങനെയല്ല, മാങ്ങ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ മാങ്ങ കിട്ടൂലല്ലോ. ഇതിൽ മിക്സ് ചെയ്ത് അതങ്ങനെ സെറ്റാക്കില്ല. അതേപോലെ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് വിട്ടുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ ഇട്ടാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അങ്ങനെ ഇതാ അതെല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് മൂടി വെക്കല കേട്ടോ. ഇനി ഇതാ പിറ്റേന്ന് രാവിലെ ഒരു ഇതാട്ടോ അവസ്ഥ. നല്ല ഈരിട്ട് മൂടിയൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴക്കാറ് ഇങ്ങനെയുണ്ട്, പക്ഷേ അതിന് മാത്രം മഴ പെയ്തിട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മാങ്ങൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. കണ്ടാൽ നല്ല പോലെ സെറ്റായി നല്ല വെള്ളമെല്ലാം ഊർന്ന് വന്നിട്ടുണ്ടായിനെ. ഈ തുറക്കുമ്പോൾ ഉണ്ടായ സ്മെല്ലില്ലേ, എൻ്റെ വായുന്നിലും വെള്ളം ഇങ്ങനെ ഊറിയായിരുന്നു. പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇതാ ഇനി അതെല്ലാം ഒന്ന് വെയിലത്ത് ഇടലാട്ടോ. ഇത് എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. അങ്ങനെയല്ല, ഇപ്പം അങ്ങനെ വെയിൽ കുറവാണല്ലോ, ഒരു മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് വെയിലത്തിട്ട് സെറ്റാക്കി എടുക്കലാം. ഈ വീഡിയോ എടുക്കുന്നത് ന്യൂസും ആട്ടോ, അതുകൊണ്ടാണ് പല കോലത്തിലായിട്ട് വരുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി ഉള്ളിക്കറിയിട്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. ഇനി ചായ കുടിക്കുന്ന പരിപാടി കേട്ടോ. രാവിലെ തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ നിൽക്കല കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ഉമ്മ നല്ല പത്തലും ഗ്രീൻ പീസ് കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനി അതെല്ലാമായിട്ട് അടിപൊളിയായിട്ടൊന്ന് കഴിക്കണം. സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഇനി നമുക്ക് ഉച്ചക്ക് ഉമ്മൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പണിയെല്ലാം എനിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേഴ്സ് കുറേ ദിവസമായി പറയുന്ന പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരം ആ പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിലുണ്ടായിനെ. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ മീൻ ഉണ്ടായിനെ, അതെടുത്തൊന്ന് പുറത്ത് വെക്കല. അതിൻ്റെ ഇടയ്ക്ക് മീൻ വന്നിനെങ്കിൽ വാങ്ങാമെന്നുള്ളൊരു ഇതിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ അതെടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെക്കലാട്ടോ. മത്തി ആയതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മത്തി തൊട്ടാൽ തന്നെ ഭയങ്കര സ്മെല്ലല്ലോ. പിന്നെ നമ്മളിതില്ലേ മീൻ ക്ലീൻ ചെയ്ത് കഴുകാണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതാവുമ്പോൾ മീൻ പഴയ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് മുളക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ ചെയ്താലും ഒരു ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഐസുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാൻ ഉണ്ടായിന് ആ പരിപാടിയിലാട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് അങ്ങനല്ല, ഇത് വീട്ടിൽ അത്യാവശ്യം എല്ലാവരെയും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അങ്ങനല്ല, ഉണങ്ങിയത് കുറച്ച് നേരം എടുത്ത് വെച്ച് അത് മടക്കലാട്ടോ. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടായിന്, അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചു. അങ്ങനെയല്ല, സംഭവം നല്ലൊരു ടോപ്പാട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. പക്ഷേ അതിൽ കാണിച്ചിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആയിട്ടാട്ടോ. പക്ഷെ റയോണും അല്ല കോട്ടനും അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളതാട്ടോ. സംഭവം 400 രൂപക്കായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായത്. ആ പൈസക്ക് ഓക്കെ ആട്ടോ. കുറച്ച് നല്ല ഫ്ലെയറൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം മടക്കി വെച്ച് സെറ്റാക്കി വെക്കുമ്പോഴേക്കുണ്ട് നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മീൻ വാങ്ങുന്ന പരിപാടി കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് ചെമ്മീനാണ്. എന്നല്ല, നമ്മളിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മളെ ന്യൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. അങ്ങനെ അതും വാങ്ങി. പിന്നെ എന്നാൽ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, എന്നാലും പെട്ടെന്ന് കഴിയും ചെയ്യലോ. അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടിച്ചു വരുന്ന പരിപാടി കേട്ടോ. നമ്മളെല്ലാവരും ഈ ഒരു റൂമിലാട്ടോ കിടക്കൽ. അങ്ങനെയല്ല, ഉമ്മാൻ്റെ റൂമാട്ടോ ഇത്. അതാണ് തലയിൽ പെട്ട് ഒരു സൈഡിൽ അട്ടി കാണില്ലേ, അതല്ലോ കേട്ടോ. അങ്ങനെ ആ അടിച്ചു വാരൽ പരിപാടി നടക്കലെന്ന് കേട്ടോ. അങ്ങനെയല്ല, ഇങ്ങനെ തലേന്ന് വൈകുന്നേരം അടിച്ചു വാരിയാലും ഇങ്ങനെ കുറേ പേപ്പറും കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊരട്ടില്ലേ, മാങ്ങൻ്റെ അണ്ടി, അതെല്ലാം അന്ന് ഈ വരുന്നതേ ഉള്ളൂ. നമ്മളെ സയാന് ഓരോരോ മൂലക്ക് ഓരോന്ന് കൊണ്ടിടും. അതൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാട്ടോ. ഉച്ചക്കുള്ള ഇതാ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അന്നേരം ഇതാദ്യം മസാല എല്ലാം
സെറ്റാക്കി വെച്ചാൽ ആ പണി അവിടെ കഴിയുമല്ലോ. അതുകൊണ്ട് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന പരിപാടി കേട്ടോ. അല്ല, നമ്മൾ ചെമ്മീൻ്റെ തലയും കൂടി എടുക്കും. നല്ല ചെമ്മീൻ്റെ തല ഫ്രൈ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. വീട്ടിൽ അത്യാവശ്യം എല്ലാവരും കഴിക്കും കേട്ടോ ചെമ്മീൻ്റെ തല. അങ്ങനെ ഇതാ ചെമ്മീൻ്റെ തലയോടുകൂടി നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എടുക്കൽ. നേരം അതിൻ്റെ നടുക്കുന്ന കട്ട് ചെയ്തിട്ട് അതിൻ്റെ നേരെ ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെയല്ല, മീൻ കട്ട് ചെയ്യുന്നതിലും എളുപ്പമാട്ടോ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന പരിപാടി. അങ്ങനെ അതെല്ലാം ഒന്ന് മുറിച്ചെടുക്കലാട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ചെമ്മീൻ കട്ട് ചെയ്യും. പിന്നെ തല വേറെ ആക്കിയിട്ടും കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ആ ഒരു രീതിയാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇങ്ങനെ എടുക്കും. അല്ലെങ്കിൽ പിന്നെ ഇല്ലേ, ഈ തലൻ്റെ ഭാഗത്തുള്ള ആ തോടില്ലേ, അത് ആ വീഡിയോ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അതങ്ങനെ തന്നെ വലിച്ചെടുത്ത് നമുക്ക് തലേൻ്റെ ഭാഗത്തുള്ള ഇറച്ചിയും കൂടി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ചെമ്മീനെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ മുളക് പൊടിയും, ഞാനിവിടെ കുറച്ച് നമ്മൾ ന്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് എരിവോടുകൂടി വേണമെന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഈ എരിവുള്ള മുളകില്ലേ, പിരിയമുളക് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ, അതും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും. ഈ കുപ്പിയില്ലേ, ഇത് ഞാൻ ആമസോണിൽ ഇതിൻ്റെ മേലിൽ കാണുന്ന ആ ടോപ്പില്ലേ, ഇത് ഞാൻ ഓർഡർ ചെയ്ത കേട്ടോ. സംഭവം നല്ല യൂസാണ്. നമ്മളെ സാധാ നോർമൽ പെപ്സിൻ്റെ എല്ലാം ബോട്ടിലില്ലേ, അതിലടക്കി ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. നല്ല കുറേ ഈ ബോട്ടിൽ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു സാധനം ഞാൻ കണ്ടത്. അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ഇതാ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുന്നതിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി സാധാ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാനിതിൽ വെളിച്ചെണ്ണയും കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള കുറച്ച് മുളകില്ല അതും കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വെള്ളവും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാനല്ല, വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ അത് മൂടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് അതാണ് കേട്ടോ. ഈ ഒരു അൺബോക്സ് ചെയ്യുന്നത് സംഭവമില്ല, അടിപൊളിയില്ല. ഞാൻ പറഞ്ഞത് ഇത് സത്യം കേട്ടോ. സംഭവം അത്ര യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ വാങ്ങുന്ന ടൈം അത്ര വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടില്ല. എന്നല്ല, ഞാൻ കുറേ ആ ബോട്ടിൽ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാലും 700-800 രൂപയിലായിട്ട് കേട്ടോ വാങ്ങാണ്ടുന്നത്. പക്ഷേ ഇത് കിട്ടിയാലും ഇതിനാകെ 144 രൂപ കേട്ടോ. ഈ 2 ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. സംഭവം നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടേ. നല്ല നമ്മളെ ഈ പെപ്സി 7up ആ ബോട്ടിലിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഇല്ലേ നമ്മളെ ന്യൂസുകുട്ടി മണി പ്ലാന്റ് ഇട്ടച്ച ബോട്ടിലാട്ടോ നിങ്ങൾക്ക് ഈ ഇട്ട് കാണിക്കുന്നത്. സംഭവം അടിപൊളി യൂസ് ചെയ്യുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഞാൻ മിനി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പറയാൻ സാമ്പാർ എന്നറിയാം, സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ കേട്ടോ ഇത്. അതിനുവേണ്ടി ഞാൻ നോർമൽ പരിപ്പില്ലേ, ചുവന്ന പരിപ്പ് അതാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഉരുളക്കിഴങ്ങും പിന്നെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് 4 ചെറിയ ഉള്ളിയും 1 തക്കാളിയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളക്കുമ്പളങ്ങില്ലേ അതാട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാ നമ്മളിവിടെ മല്ലി, മുളക്, മഞ്ഞളൊക്കെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടി കേട്ടോ. അതും കൂടി ചേർത്ത് പിന്നെ ഇതാ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് വെള്ളവും കൂടി നമുക്ക് നല്ലപോലെ വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ഈ ടൈം തന്നെ നമുക്ക് ഇത് വെന്ത് വരുന്ന ടൈം തന്നെ നമുക്ക് ബാക്കിയിലെല്ലാം സെറ്റാക്കണം. അടുത്തത് ഉണ്ടാക്കുന്നത് നമ്മുടെ കാബേജ് വറവ് കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണല്ലോ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. എല്ലാ സാധനവും വീട്ടിലുണ്ടാവുമെന്നില്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കില്ല കേട്ടോ. നല്ല കേവേജ് വറവൊന്നും ഉണ്ടാക്കാൻ പിന്നെ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതാ കേവേജെല്ലാം ചെറുതായി കട്ട് ചെയ്യല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മിനി സാമ്പാറില്ലേ അത് വെക്കാൻ വേണ്ടിയിട്ട് ആകെ 1 വിസിലേ വേണ്ടു. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കേവേജൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. കേവേജ് വറവ് പറഞ്ഞപ്പോൾ മനസ്സിലായോ, നമ്മളെ ഉപ്പേരിയില്ലേ അതാട്ടോ. ഉപ്പേരി തോരനെല്ലാം പറയൂലേ അതാട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവാണ്. ഇതിൽ ഉള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറുതായി കട്ട് ചെയ്ത കാബേജും അതിലേക്ക് നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ.
സംഭവമില്ലേ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വറവാട്ടോ. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെ ഈ ഞാൻ പറഞ്ഞല്ലോ പൊതിച്ചോറ് ഉണ്ടാക്കി 1 മണിക്കൂറിനൊക്കെ ഉണ്ടാട്ടോ നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടായത്. നല്ല നെസുവാണെങ്കിൽ മോനെ നോക്കാനുള്ളത് കൊണ്ട് അത്ര വലിയ ടാസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ച് ഇനി ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് നമ്മളെ കാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പണിയൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ കാബേജ് ഇല്ല നല്ല കൂടുതലായിട്ട് വേകണ്ടൊന്നും ആവശ്യമില്ല. ഒരു കടിക്കുമ്പോൾ ഒരു ക്രിസ്പി ഉണ്ടാവില്ലേ, അതും കൂടി വേണം കേട്ടോ. നിങ്ങളെന്തായാലും ഒരു വട്ടെങ്കിലും ഇതേപോലെ കാബേജ് വറവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെയല്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ തന്നെ ചില ടൈമിൽ ട്രൈപോഡ് എടുത്തിട്ട് വരാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല ട്രൈപോഡ് വെക്കുന്ന ടൈം ഉണ്ടാവും. നമ്മൾ സയാൻകുട്ടനെ ഒരു സൈഡിൽ നിന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഫോൺ വെച്ചിട്ടാട്ടോ ചില ടൈം വീഡിയോ എടുക്കൽ. അതുകൊണ്ടാണ് ഞാൻ പറയും. പിന്നെ അതേപോലെ എൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ 3 സ്ലാങ് മിക്സ് ആയിട്ടുള്ളതാണ്. ഒന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ. അതുകൊണ്ട് തന്നെ അതിലും കുറച്ച് വിഷയങ്ങൾ ഉണ്ടാവും കേട്ടോ. അല്ല വീട്ടിൽ നിന്ന് എല്ലാവരും പറയും നീ നമ്മൾ എന്നെല്ലാം പറയുന്നതെല്ലാം കുറച്ച് ഒഴിവാക്ക്, നമ്മളവിടെ പോയി. ഞാൻ അതിൽ കുറച്ച് കൂടുതലായിട്ട് വീഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന ടൈം കേട്ടോ. അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ ഞാൻ അത്ര തിരുത്താൻ നോക്കിയിട്ട് എന്നെക്കൂടെ പറ്റുന്നില്ല. ഇൻഷാ അല്ലാ നമുക്കാലും ശരിയാക്കാം. അങ്ങനെ ഇതാ നമ്മളെ കാബേജ് ഇല്ലേ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്രൈപോഡിൽ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ആൾ വന്ന് വിളിച്ച്. അങ്ങനെ ഇതാ നമ്മളെ കാബേജ് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ വറവ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അടുത്ത് നമ്മൊരു നേരത്തെ ഐസ് പോകാൻ വേണ്ടി മീൻ മാറ്റി വെച്ചില്ലേ, അതിനെ കൊണ്ടുള്ള പരിപാടിയായത്. അല്ല മീൻ നല്ലയിൽ കുറുക്കി വറ്റിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി കേട്ടോ. കാണാനാണെങ്കിൽ വീട്ടിൽ മാങ്ങയുണ്ട്, എന്നിട്ട് പിന്നെ അത് വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഇതാ മാങ്ങയും പിന്നെ കുറച്ച് കാശ്മീരി മുളകും പിന്നെ എരിവിന് 2-3 പച്ചമുളകും കറിവേപ്പിലും 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ആ മുളകില്ല നല്ലപോലെ വെന്ത് വന്നാലും നമ്മൾ മത്തിയും കൂടി ഇടും. പക്ഷേ ഈ മത്തിയില്ല കുറച്ച് വലുതായിപ്പോയി. ചെറിയ മത്തിയും കൂടി ആണെങ്കിലല്ലേ സംഭവം പൊളിച്ചനെ. പക്ഷേ ഇതിന് ടേസ്റ്റിനൊന്നും കുറവുണ്ടായില്ല കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇനി ഇതൊന്നും ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനല്ല അല്ലെങ്കിൽ പിന്നെ മീൻ ഫുള്ളായിട്ട് ഉടയും. അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ നമ്മളെ മീൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അങ്ങനെയല്ല കുറച്ച് നല്ലപോലെ കുറുക്കി വരണം കേട്ടോ. അന്നേരം അതിൻ്റെ ആ നീരിൻ്റെ ടേസ്റ്റില്ലേ ഇപ്പം പറയുന്ന ടൈമില്ല എൻ്റെ വായിലിങ്ങനെ വെള്ളം ഊർന്ന് വരുന്നുണ്ട്. കണ്ട നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കറി സെറ്റായി. ഇനി ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആ ടൈമിൽ തീ ഓഫാക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം തീ ഓഫാക്കും കേട്ടോ. ഇങ്ങനെ ഇതാ കറിയിൽ സെറ്റായി. ഇനി ഇതൊന്ന് മൂടി വെക്കല കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കല കേട്ടോ. ഇതും എളുപ്പത്തിൽ നടക്കുന്നതാണ്. ഇതാ തേങ്ങ നേരത്തെ ചിരകിയിൽ കുറച്ച് കൂടുതൽ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇഞ്ചി കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ഇത് അടിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടാവും. പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ. അങ്ങനെ ഇതാ നമ്മൾ ചമ്മന്തിയും കൂടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യണം, ഓംലേറ്റും ആക്കാനുണ്ട് കേട്ടോ. ആ 2 പരിപാടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കി വെച്ചില്ലേ, മിനി സാമ്പാർ, അത് കാച്ചിക്കൂട്ടാനുള്ള പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഫ്രൈ പാൻ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പരിപാടിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫ്രൈ പാനിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കാച്ചിക്കൂട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരേ ടൈമിൽ നമ്മൾ 2 പണി നടക്കുമല്ലോ. ഇനി ഇതാ നമ്മളെ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതിട്ട് കൊടുത്ത് അത് നല്ലപോലെ സെറ്റാക്കുന്ന ടൈമിന് നമുക്ക് നമ്മളെ ഇപ്പറില്ല വെളിച്ചെണ്ണയില്ലേ, അല്ല നമ്മുടെ വീടില്ല ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. അതാവുമില്ലേ നല്ല ടേസ്റ്റാണ്. ഈ സൺഫ്ലവർ ഓയിലിനെക്കാട്ട് എനിക്കിഷ്ടം ഈ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തതാട്ടോ. അതായത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ ഫ്രൈയിൽ.
ഇനി ഇതാ നമ്മളെ കാച്ചിക്കുട്ടൽ പരിപാടി കേട്ടോ. അതിന് വേണ്ടി ഇതാ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് പൊട്ടി വരുമ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കായം പൊടിയില്ലേ അതും കൂടി ഇത് തീ ഓഫാക്കിയിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മൾ മിനി സാമ്പാറിൽ ഒഴിച്ചു കൊടുക്കാം. സംഭവമില്ല ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്മെല്ലില്ല, പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഈ കാച്ചി വയ്ക്കുമ്പോൾ വേറെ തന്നെ ഒരു സ്മെല്ല് വരില്ലേ. അങ്ങനെ നമ്മളുടെ കറിയും സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം സാമ്പാർ പൊടി ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ നമ്മളിവിടെ എന്നെന്തോ സാമ്പാർ പൊടി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ. പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടല്ലോ സംഭവം, നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന പരിപാടി കേട്ടോ. നല്ല ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന ടൈം തന്നെ നല്ലപോലെ വെള്ളം ഊർന്ന് വരൂലേ, അതാട്ടോ ഈ വരുന്നത്. പിന്നെ ചെമ്മീൻ കൂടുതലായിട്ട് ഫ്രൈ ചെയ്ത് വന്നാലും ഒരു മരം പോലെ ഉണ്ടാവും. പിന്നെ ഇത് കുറച്ച് വലുതായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഇത് ആ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇതാ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫ്രൈ പാൻ വാങ്ങിയിട്ടില്ലേ, അതാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഓംലേറ്റ് ആക്കാനുള്ള മിക്സും കൂടി ഇട്ടെടുത്ത് അതൊന്ന് വേകാൻ വെക്കല കേട്ടോ. അങ്ങനെയല്ല എടുത്ത് 2-3 മൂടിയിലോട്ടുകൊണ്ട് മാറിപ്പോയത് കേട്ടോ സംഭവം. അതും ആക്കി അല്ല, ഞാൻ ഇതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ 2 മുട്ടയും പിന്നെ കുരുമുളക് പൊടി ആദ്യം നമ്മൾ നെസ്കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടണ്ട. പിന്നെ ആക്ക് പൊതുവേ ഓംലേറ്റ് അത്ര ഇഷ്ടമൊന്നുമല്ല, പൊതിച്ചോറാകുമ്പോൾ പിന്നെ അതെല്ലാം വേണമല്ലോ, അതുകൊണ്ടാട്ടോ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ അത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ടൈം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ പിന്നീട് ആ പരിപാടി ഉണ്ടാവില്ലല്ലോ നിലയിലാട്ടോ കട്ട് ചെയ്തത്. അങ്ങനെ ഇത് ആ വാഴൻ്റെ ഇലയെല്ലാം പറിച്ച് അതൊന്ന് വാട്ടിയെടുക്കലാട്ടോ. അങ്ങനല്ല വാട്ടിയെടുത്താലല്ലേ നമുക്ക് പൊതിയേണ്ടതല്ലേ. പിന്നെ ഈ വാട്ടിയെടുക്കുമ്പോഴുള്ള സ്മെല്ല് പറയേണ്ട ആവശ്യമില്ല. കുറേ പൊതിച്ചോറ് കഴിച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ആവേശം ഉണ്ടായിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ നെസുമില്ല പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ നല്ല മീനെല്ലാം കിട്ടിട്ട് നിലയില്ല കേട്ടോ, മടി പിടിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായത്. പിന്നെ ഇന്ന് ഉള്ളത് വെച്ചിട്ട് ആക്കി കൊടുക്കാമെന്നുള്ളതിൽ ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇതാ നമ്മളെ വാഴൻ്റെ ഇലയിൽ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ചോറ് ഇടലാട്ടോ. ചോറും ഓരോരോ കറികളും എല്ലാം. പിന്നില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഉമ്മ പച്ചടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിലൊരു ഉപകാരമായി. പിന്നെ ഈ ഉണക്കമുളകില്ല കൊണ്ടാട്ടം അതും ഉണ്ടായിന് കേട്ടോ. അതെല്ലാം ഇതാ ഓരോന്നായിട്ട് സൈഡിലിട്ട് കൊടുക്കില്ല കേട്ടോ. ഇതാ കൊണ്ടാട്ടം ഇട്ട് നമ്മളെ വറവ് ഇട്ട് പിന്നെ ഇതാ നമ്മളുടെ ചെമ്മീനില്ലേ ചെമ്മീൻ ഫ്രൈയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇപ്പം പറയുന്നില്ലേ ഒന്നും കൂടി കഴിക്കാനുള്ള പൂതിയുണ്ട്. പിന്നെ ഇതാ നമ്മളെ മീൻ കറിയില്ലേ, മീൻ വറ്റിച്ചെടുത്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മളെ ചമ്മന്തി, അങ്ങനെ ഓരോ സാധനമായിട്ട് ഞാൻ പറയില്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പച്ചടി അതാട്ടോ അത്. അതെല്ലാം ഇട്ടോക്കി നമ്മളെ പൊതിയതാ സെറ്റായി വരുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മളെ കറിയും കൂടി ഒഴിച്ചാൽ കറിയും പിന്നെ അതേപോലെ നമ്മൾ ഓംലേറ്റും കൂടി വെച്ചിട്ടുണ്ട്. സംഭവം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല പോലെ മിസ്സാകുന്നുണ്ട്, ഒന്നും കൂടി കഴിക്കാനുള്ള പൂതിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാൻ പൊതിഞ്ഞെടുക്കില്ല കേട്ടോ. പൊതിയാനൊന്നും അത്ര അറിയൂല, പക്ഷെ എൻ്റെതായ ഐഡിയയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ പത്രമൊന്നും ഉണ്ടായിട്ടില്ല, ആള് ഇടുന്ന ഒപ്പിച്ച് കൊണ്ടുത്തന്നതാട്ടോ പത്രയിലും. ആള് കുറേ ദിവസമായി. ആളാരെന്ന് മനസ്സിലായോ, നമ്മളെ നെസുകുട്ടിയാണ്. പിന്നെ നമ്മൾ അയരിക്കുട്ടിക്ക് ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല ആളല്ല കേട്ടോ. ആള് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇലയിൽ ചോറൊന്നും വേണ്ട എന്നിട്ട് മടിയും പിടിച്ചിട്ട് നിന്നിട്ട് ആള് സാധാ നോർമൽ പ്ലേറ്റിലാട്ടോ തിന്നിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ചോറ് നല്ല അടിപൊളിയൊക്കെ പൊതിഞ്ഞ് 1 മണിക്കൂർ നമ്മളിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അല്ല അതാവും വലിയ ഇത് തുറക്കുമ്പോഴുള്ള സ്മെല്ലിൽ പറയേ വേണ്ട. അങ്ങനെ ഇതാ നമ്മൾ ചോറ് വയ്ക്കലാന്നേ. സംഭവമില്ല സെറ്റായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കഴിക്കാനുള്ള മൂടുണ്ട്. നമുക്ക് ഉണ്ടാക്കാമല്ലോ അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ നെസുകുട്ടിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായിനെ. ആളും ഫുള്ളായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ ആളെ ഫ്രണ്ടും കൂടി ഉണ്ടായിനെ. നമ്മൾ 3 ആളായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ആൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിന്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഇല്ലേ എൻ്റെ അമ്മോ. പിന്നെ കൊണ്ടാട്ടത്തിൽ കുറച്ച് എരിവ് കൂടി പോയിട്ടുണ്ടായിന്, പക്ഷെ കുഴപ്പമില്ല.
പക്ഷെ എല്ലാം കൂടിയിട്ട് ഇതേപോലെ ഇട്ട് കഴിക്കുമ്പോയില്ലേ ആ എരിവൊന്നും ഒരു വിഷയമില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സയാൻ കുട്ടന് അയ്യ മാത്രം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ആൾ കുറച്ചാണ് കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ചോറ് ഫുള്ള് പൊതിച്ചോറിന്ന് ഫുള്ളായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയാലും നമ്മളെ മാങ്ങ ഒന്ന് നോക്കല കേട്ടോ. ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് വൈകുന്നേരമുള്ള ഇതാട്ടോ വീഡിയോ കേട്ടോ. ഇത് നമ്മളെ വെള്ളരി പിടിച്ചതാട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിട്ടുള്ള വെള്ളരിയെല്ലാം കണ്ടിട്ടുണ്ടായിനാ, അതാട്ടോ അത്. പിന്നെ ഇവിടെയും കൂടി ഉണ്ട്. നമ്മൾ വാങ്ങുന്ന വെള്ളരിയില്ലേ ഈ ചട്ടിയിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ മുളച്ച് വരുന്ന കേട്ടോ. ആ ചട്ടിയിൽ കറി എന്താന്ന് ചീരയില്ല, അതുണ്ട്, പുതിന ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്നതിൽ നമ്മൾ ഇതില്ലേ, മനസ്സിലായി നിങ്ങൾക്ക് ഇതെന്താന്ന് മനസ്സിലായിട്ടില്ലേ? ഇതിലും ഉണ്ടല്ലോ ഉള്ളിത്തണ്ടില്ലേ, അതാണ് ഈ കേടാവാൻ വരുന്ന ഉള്ളി നമ്മൾ കുഴിച്ചിട്ടും അങ്ങനെ വന്നതാട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മരത്തുനിന്ന് ഒരു പേര കെട്ടി നമ്മളെല്ലാവരും അതും കൂടി കഴിക്കില്ല കേട്ടോ. നമ്മൾ ചെയ്യാൻ കഴിക്കും, പക്ഷെ അതിൻ്റെ തോല് ആൾക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് ഒന്ന് മുറ്റത്തേക്ക് കൂടെ കുറച്ച് നടക്കെല്ലാം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് കാറിൽ കയറുന്നിട്ട് കാറിൻ്റെ മേൽ കയറി ഇരുന്നത് അത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റത്തിലെ ചെടിക്കൊന്നും അങ്ങനെ ഇപ്പം വെള്ളേക്കില്ല കേട്ടോ. അങ്ങനല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞതാ ഉള്ളിക്കറിക്ക് നമ്മൾ യുനോ കാർഡ് കളിക്കില്ല, അതിൻ്റെ കൂടെ ചായയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെ അല്ലേ. ഞാനും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് യുനോ കാർഡെല്ലാം കളിച്ച് പിന്നെ നമ്മൾ സയ്യാൻകുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വന്നതാട്ടോ. ജസ്റ്റ് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് എടുത്തത്. അങ്ങനെ അതും കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. ആ യുനോ കാർഡ് കളിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഉണ്ടാക്കിയൊരു ബിരിയാണി കേട്ടോ ഇത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോലെ. നെക്സ്റ്റ് വീഡിയോയിലൂടെ വരാം. ബൈ.